السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട സഹ്ല് ബിൻ സഅദി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം തിർമിദി റഹ്മഹുല്ലാ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇത് ഹസനും സഹീഹുമായ ഹദീസാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊളത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. ലൗ കാനത്തി ദുനിയ ഐഹിക ലോകം ആവുകയാണെങ്കിൽ, തഅദിലു സമാനമാവുകയാണെങ്കിൽ, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ പരിഗണനയിൽ, ജനാഹ ബഊളത്തിൻ ഒരു കൊതുകിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറു പ്രാണിയുടെ ചിറകിനോട് സമാനമാവുകയാണെങ്കിൽ, മാ സഖാ മിൻഹാ ഈ ഐഹിക ലോകത്തിൽ നിന്ന് അള്ളാഹു കുടിപ്പിക്കുകയില്ല കാഫിറൻ ഒരു അവിശ്വാസിക്ക് ശർബത മായിൻ ഒരു മുറുക്ക് വെള്ളം. സഹോദരന്മാരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു അവിശ്വാസി ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവായ പ്രപഞ്ചനാഥനെക്കുറിച്ച്, അവൻ സൃഷ്ടാവാണെന്നും അവനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനെന്നും അവനെയാണ് ആരാധിക്കേണ്ടതെന്നും വിശ്വസിക്കാത്തവൻ, അവനാണല്ലോ അവിശ്വാസി. ആ ഒരു അവിശ്വാസിക്ക് അള്ളാഹു ഈ ലോകത്ത് വെള്ളം മാത്രമല്ല ഭക്ഷണവും മറ്റുള്ളതൊക്കെ നൽകുന്നുണ്ട്. അവർക്ക് അള്ളാഹു അത് നൽകുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഐഹിക ലോകത്തിന് അള്ളാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നാണ്. ഇതൊരു വാല്യൂ ഉള്ള ലോകമല്ല. ഇത് മറ്റൊരു ലോകത്തിൻ്റെ പരീക്ഷണശാല എന്ന രീതിയിൽ മാത്രം ഉള്ള ഒരു ലോകമാണ്. ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ ഈ ലോകത്തെ എന്തെങ്കിലും കൊണ്ടൊരാൾ സമ്പന്നമായതുകൊണ്ടോ അയാൾ എന്തൊക്കെയോ ചില വലി പിടിച്ചതൊക്കെ നേടി എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. ഇതിനൊരു വലി കൽപ്പിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ അവിശ്വസിച്ചവൻ, സ്രഷ്ടാവായ അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് എൻ്റെ സൃഷ്ടാവല്ല എന്ന് പറഞ്ഞാൽ, ഒരു പിതാവിൻ്റെ മുഖത്ത് നോക്കി നീ എൻ്റെ പിതാവല്ല, നിങ്ങളെൻ്റെ പിതാവല്ല, ഒരു മാതാവിനോട് നിങ്ങളെൻ്റെ മാതാവല്ല എന്നൊക്കെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ഒരു സന്താനം പറഞ്ഞാൽ ആ പിതാവ് ആ മകന് എന്തെങ്കിലും കൊടുക്കുമോ? പാപ്പയെന്ന് അംഗീകരിക്കാത്ത, പിതാവാണെന്ന് അംഗീകരിക്കാത്തവനെ ആര് പരിഗണിക്കണം എന്നല്ലേ? അപ്പൊ ഈ ലോകത്തിൻ്റെ ഒരാൾ അയാളുടെ സൃഷ്ടാവ്, അവൻ്റെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ അവനൊരു സൃഷ്ടാവുണ്ടെന്നറിയും. കാരണം ഈ അത്ഭുതങ്ങൾ വെറുതെ ഉണ്ടാവുകയില്ല എന്ന് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ അത്ഭുതങ്ങൾ വെറുതെ ഉണ്ടാവില്ല, അതാരും വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒരു സംഗതിയും വെറുതെ ഉണ്ടാവുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ പോലും യഥാർത്ഥത്തിൽ ഇവിടെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കോടതിയിൽ പോകാനും പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടാനൊക്കെ ഒരു കാരണവുമില്ലാതെ കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ പിന്നെ എന്തിനന്വേഷിക്കണം? അതങ്ങനെ ഉണ്ടായതെന്ന് വിചാരിച്ച പോരെ. അതൊന്നും ഇവിടെ യഥാർത്ഥത്തിൽ ആരും കാര്യങ്ങൾ കാരണമില്ലാതെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ അവനവനെ നോക്കിയാൽ തന്നെ അവനൊരു സ്രഷ്ടാവുണ്ട് എന്ന് മനസ്സിലാകും. ആ സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വിശ്വസിക്കാതിരിക്കുന്ന കാലത്തോളം സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കി നീ എൻ്റെ പിതാവല്ല, മാതാവിനോട് നിങ്ങൾ എൻ്റെ മാതാവല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്. പിന്നെ ആരവരെ പരിഗണിക്കുക? അപ്പോൾ അള്ളാഹു ഒരു പരിഗണന കൊടുക്കുന്നില്ല. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ ലോകത്തിന് അള്ളാഹു ഒരു വില കൽപ്പിക്കാത്തതുകൊണ്ട്. അതൊരു പരീക്ഷണ ലോകമാണ്. ആ പരീക്ഷണത്തിൽ വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ അവനക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുക എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഒരു കാഫിറിന് വെള്ളം കൊടുക്കുന്നത് താല്പര്യമില്ല, വിലയില്ലാത്തോട് കൊടുക്കണം. അപ്പൊ ഈ ലോകത്ത്
നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് എത്ര പുറകോട്ട് പോകുന്നോ അത്രയും നമ്മൾ കുഫറിനോട് അടുക്കുകയാണല്ലോ. കാരണം അള്ളാഹുവിനോടുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ കുറവ് വരുമ്പോഴാണല്ലോ നമ്മുടെ അമലുകളിലും കർമ്മങ്ങളിലും ഒക്കെ കുറവ് വരുന്നത്. വിശ്വാസ കാര്യങ്ങളിൽ വരുന്ന കുറവ് വല്ലാത്ത കുറവല്ലേ. അപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാൻ അർഹതയില്ലാത്ത അവിശ്വാസിയിലേക്കാണ് നമ്മൾ അടുക്കുന്നത് എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഈ ലോകത്തെ ഈ വാല്യുബിൾ അല്ലാത്തൊരു വാല്യൂ ഇല്ലാത്ത ഈ ലോകം, ഈ ലോകത്തെ വിഭവങ്ങൾ എന്തൊക്കെയോ നേടിയിട്ട് അഹങ്കരിച്ച് നടക്കാമെന്നത് ഒരിക്കലും ശരിയല്ല എന്നുകൂടി ഈ ഹദീസിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അള്ളാഹുവിനനുസരിച്ച് അടുത്ത ഒരു ലോകത്ത് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസിൽ നിന്നും ഈ ലോകത്തിൻ്റെ വിലയില്ലായ്മ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്ന് ജീവിതം കളഞ്ഞ് ആഖിറ നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.